ഒരാഴ്ചത്തെ ദോഷം തീർത്തും പുറത്തിട്ടേണ്ട ദിവസം വെള്ളിയാഴ്ച. ഒരാഴ്ചത്തെ ദോഷം മുഴുവൻ പുറത്തിട്ട ദിവസം വെള്ളിയാഴ്ച. അന്ന് പുരുഷന്മാർക്ക് ഉജൂബായ നിസ്കാരം ജുമ. ആ ജുമ ബാത്തിലാക്കാൻ വേണ്ടി പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ആയിരക്കണക്കിന് ആളെ ജുമ ബാത്തിലാക്കുന്ന തെബിലികാരെ അസർക്ക് വരി നിസ്കരിക്കാൻ വരുന്നു. ജുമയും ബാത്തിലാക്കിയിട്ടോ. വെള്ളിയാഴ്ചത്തെ ജുമയും ബാത്തിലാക്കിയിട്ടാ വേറെ ഉള്ളവനെ നിസ്കരിപ്പിക്കുന്നു. അല്ലേ ബാത്തിലാവൂലേ? ബാത്തിലാവൂന്നല്ലേ നവവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അങ്ങനല്ലേ റാഫി ഇമാം പറഞ്ഞത്? അങ്ങനല്ലേ ഖുസാരി ഇമാം പറഞ്ഞത്? അങ്ങനല്ലേ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്? മലയാളത്തിൽ ഖുതുബ ഓതിയ ജുമ ബാത്തിലാണ്. പിന്നെ ഈ മലയാളത്തിൽ ഖുതുബ പരിപാടി എവിടുന്ന തെബിലികാരന് കിട്ടിയത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കൽ മാത്രമാണ്. എന്നിട്ട് അമീറാകണം, നേതാവാകണം. അങ്ങനെ ഓരോരുത്തന്റെയും ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കലാണ്. ഈ ഭിന്നിപ്പിക്കുന്ന കക്ഷികൾ നമ്മുടെ മുസ്ലിം കേരളത്തെ ഭിന്നിപ്പിച്ചു 920 കാലത്ത്. ആ ഭിന്നിപ്പിനെ നേരിടാൻ വേണ്ടിയാണ് നമ്മുടെ പണ്ഡിതന്മാര് സംഘടിച്ചത്. അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ ആ ഭിന്നിപ്പിനെ നേരിടാനാണ് SYS ഉണ്ടാക്കിയത്. അതിന്റെ പിന്നാലെ SSF ഉണ്ടാക്കിയത്. ഈ വിശ്വാസത്തെ തകർത്ത് മുസ്ലിമീങ്ങളെ ഈമാൻ നശിപ്പിക്കുന്ന, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന കക്ഷികളെ നേരിടാനാണ്. ഓ സുഹൃത്തുക്കളെ, SSF വേറെ ഒരു സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ച സംഘടനയല്ല. SYS വേറെ ഒരു സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ച സംഘടനയല്ല. അതിന്റെ നേതൃരംഗത്തുണ്ടായിരുന്നവർ അതേ ഒരിക്കലും മറ്റൊരു സംഘടനക്കെതിരെ, സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ചതല്ല. അത് രൂപീകരിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നേരിടാനാണ്. അതിന്റെ അതേ നയവും പരിപാടിയുമായി നമ്മുടെ സംഘടനാ പ്രവർത്തനം വളരെ ഭദ്രമായി പണ്ഡിതന്മാരുടെ കരങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അൽഹംദുലില്ലാഹ് മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ബഹുമാനിച്ചാൽ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കുന്നവനാണവൻ എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നി അല്ലാത്ത ഒരു മനുഷ്യനെ വിളിച്ച് നമ്മളാരും നോമ്പ് തുറപ്പിക്കാറില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ മൗലവിയെ വിളിച്ച് നമ്മൾ നോമ്പ് തുറപ്പിക്കാറില്ല. സുന്നിയുടെ പേരിൽ പ്രവർത്തിച്ച ചിലർ മൗലവിമാരെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിച്ചവരുണ്ട്. പടച്ചവരവർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹ് അവർക്കും നല്ലത് തോന്നിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മളവരെ ശപിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, പക്ഷേ ചെയ്തത് തെറ്റായി പോയി. എന്നാൽ ഞാൻ പറയട്ടെ, ബഹുമാനിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കണം. ഇപ്പൊ ചിലർ ചോദിക്കും, അത് ശരി, അപ്പം മുജാഹിദിനെ വിളിച്ച് നോമ്പ് ഉറപ്പിച്ചിട്ട് ഒന്നും പറ്റൂലല്ലേ? ഇല്ല. നിങ്ങളെങ്ങനെയാ ഹജ്ജ് കമ്മിറ്റിയിൽ മുജാഹിദിന്റെ കൂടെ പോയി ഇരിക്കുന്നത്? നിങ്ങളെങ്ങനെയാ വഖഫ് ബോർഡിൽ മുജാഹിദിന്റെ കൂടെ പോയി ഇരിക്കുന്നത്? അതവരെ ബഹുമാനിക്കല. ഹജ്ജ് കമ്മിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. വഖഫ് ബോർഡ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ഉണ്ടാക്കുന്നതല്ലാത്ത ഒരു സ്ഥലത്ത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വന്ന് ഇരുന്നിട്ട് അവരാശയവും പറഞ്ഞ് പോയാൽ പിന്നെ നമ്മളെ ആശയം പറയാൻ ആരും ഉണ്ടാവും അവിടെ? അപ്പൊ നമ്മളവിടെ പോയാലല്ലേ നമ്മളെ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയുള്ളൂ. ഇന്നാളൊരു ചങ്ങാതി എന്നോട് ചോദിച്ച്, അല്ല, ഇവിടെ കഴിഞ്ഞ റമദാനിൽ ഒരു നോമ്പുറ സംഘടിപ്പിച്ചല്ലോ. ഞാൻ വിചാരിച്ചു നമ്മളാ? അല്ല, നമ്മളെ സംഘടനയാ അല്ല, നമ്മളാരെങ്കിലും അല്ല, പിന്നെ വേറൊരാൾ. ആ വേറൊരാൾ സംഘടിപ്പിച്ച നോമ്പുറയിൽ സുന്നിയല്ലാത്തവനുണ്ടല്ലോ, അവിടെ എങ്ങനെയാ സുന്നികൾ പോവാ? അത് ശരി, എന്നാ പിന്നെ നമ്മുടെ ഒറ്റ ബസ്സിലും എനിക്ക് കയറിക്കൂടാ. കാരണം ബസ് കയറുമ്പോൾ നോക്കുമ്പോൾ അതിലൊരു മുജാഹിദ് നമ്മളതിൽ കയറിയില്ല. പിന്നെ എല്ലാം കൂടി പ്ലെയിനൊന്ന് ദുബൈയിലോളം പോകാൻ വിചാരിച്ചു, നോക്കുമ്പോൾ അതിലൊരു മുജാഹിദ് പ്ലെയിനിലും കയറിയില്ല, ടിക്കറ്റ് പോട്ടെ. ഇങ്ങനെയാ നമ്മൾ പറഞ്ഞ് അത് മുജാഹിദിനെ ബഹുമാനിക്കലാ? അത് മുജാഹിദ് അവിടെ കയറിയിട്ട് ഉണ്ടാക്കുന്ന നാശം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കൂടി പോവല്ലേ ഇതിന് ഓനെ തടുക്കാന്? അല്ലെ ഓനാർന്നൊരു പ്രസംഗം നടത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാണ്. നേരെ മറിച്ച് മുജാഹിദ് ഉണ്ടാക്കിയ പരിപാടി നമ്മൾ പോയതല്ല, നമ്മൾ ഓലെ വിളിച്ച് പരിപാടി നടത്തിയതല്ല. മറിച്ച് വേറെ ഏതോ ഒരു കൂട്ടർ നമ്മളെ ക്ഷണിച്ചു, അവിടെ ചെന്നപ്പോൾ മുജാഹിദ് ഉണ്ട്, നമ്മൾ ഇറങ്ങി പോരുക. നമ്മളെ ആശയം പറയാൻ പിന്നെ ആരും ഉണ്ടാവും അവിടെ. അപ്പോ വിഷയങ്ങൾ കൺഫ്യൂഷനാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ സംശയിപ്പിക്കുന്ന
ഫിത്നയും ഫസാദുമായി നടക്കുന്ന കക്ഷികൾ ഉണ്ട്. അവരെ മുസ്ലിം ഉമ്മത്ത് സൂക്ഷിക്കണം. വിഷയം അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും മതത്തിന്റെ കാര്യം അങ്ങനെ പറയാൻ പാടില്ല. മതത്തിന്റെ കാര്യം ആലിമീങ്ങൾ പറയും. ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. നിങ്ങളൊരു റിപ്പോർട്ട് കിട്ടിയാൽ അതും എടുത്തിട്ട് പറയാനും പോകാനൊന്നും പറ്റൂല. പിന്നെ ആര് പറയണത്? അത് നേതൃത്വം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതുപോലെ കാര്യം ഗ്രഹിച്ച് പറയാൻ പറ്റുന്ന അനുയായികൾ പറയും. നബിയോട് അടുത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരായ അനുയായികൾ അവർ പറയും. നിങ്ങൾ സാധാരണക്കാരും വിവരമില്ലാത്തവരും കടന്നിട്ട് മതത്തിന്റെ കാര്യം പറയാൻ പാടില്ല. ഖുർആൻ പ്രത്യേകം വിരോധിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മതത്തിന്റെ ഓരോ വിഷയങ്ങൾ വേർതിരിച്ചറിഞ്ഞൂടാ. നാൾ നോക്കുമ്പോൾ ഒരു കാദിയാര്, അയാൾ ഒന്നിനും കൊള്ളൂലായിരുന്നു. അപ്പൊ എന്താ ഒരു ഉദാഹരണം എന്താ വെച്ച്, അയാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ച് എല്ലാവരും ജുമയ്ക്ക് നേരത്തെ വരണമെന്ന്. എന്നിട്ടോ ഖതീബായ ഇയാളുണ്ട് ഖുതുബ തുടങ്ങാൻ നോക്കുമ്പോ രണ്ടാമത്തെ മാസറ വിളിക്കാൻ വേണ്ടി ഈ വടിയും എടുത്തില്ലേ ബാളും എടുത്തിട്ട് മാസർ അൽ മുസ്ലിമീന റഹിമക്കുമുല്ലാ എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ വരുന്നു. ഇങ്ങനത്തെ മൂല്യാരെ തുടരാൻ പറ്റുമോ? ഒരു കാക്കാന്റെ ചോദ്യ. സുബ്ഹാനല്ലാഹ്, ഈ കാക്കാക്കറിയോ ഖതീബ് എപ്പാ വരേണ്ടത്? ഖതീബ് ഡയറക്റ്റ് മിമ്പറിലേക്കാണ് വരേണ്ടത്. അതിനു മുമ്പ് മിമ്പറിന്റെ ചോടെ ഒരു പ്രസംഗം പോലും നടത്താൻ പാടില്ല. തഹിയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല. ഡയറക്റ്റ് മിമ്പറിലേക്ക് വരണം എന്നാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. സർവ്വ കിതാബിലും പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന്റെ അഫ്ളൽ. അപ്പൊ ഖതീബിന്റെ നിയമം ഒന്ന് വേറെയാണെന്ന് ഇവർക്കറിയില്ല. ഇതുപോലെ ഓരോന്നും ജാഹിലിങ്ങൾക്ക് മതം പറയാൻ അറിയൂല. അതുകൊണ്ട് ജാഹിലിങ്ങൾ മതം പറയരുത്. ജാഹിലിങ്ങൾ നേതാവായിട്ട് അതാ മതത്തിന്റെ നേതാക്കളായ പണ്ഡിതന്മാരെ തള്ളിപ്പറയരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചങ്ങാതി വന്ന് ഞാനൊരു സ്ഥലത്ത് നിന്ന് വരികയാണ്, എഴുന്ന വരുന്ന ചോദിച്ചു. അതാ ഒരു സ്ഥലത്ത് ഒരാണും ഒരു പെണ്ണും വ്യഭിചരിക്കുന്നത് കണ്ടു. എന്നാ ഒരു ആലിം എന്താ പറയാ അറിയോ? മിണ്ടല്ലടാ, ആരോടും പറയാൻ പാടില്ല. എന്നോട് പറഞ്ഞു ഒരു കുട്ടിയോട് പറയാൻ പാടില്ല. അതെന്താ ഉള്ളത് തന്നെയല്ലേ? എന്നോട് പറഞ്ഞു ഉള്ളതെല്ലാം പറയേ. ഉള്ളതോ ഇല്ലാത്തതോ വേറൊന്നും. നീ പിത്തനെ പറയുന്നോ വെള്ളത്തരം പറയുന്നോ നേരെ വേറെ ചർച്ച ചെയ്യണം. എന്നോട് പറഞ്ഞോ വേറൊരുത്തം വ്യഭിചരിക്കുന്നുണ്ടാ വന്ന് പറയണോ? എന്നോട് പറഞ്ഞോ? ഖുർആനിലുണ്ടോ ഒരുത്തം വ്യഭിചരിക്കുന്നുണ്ട് എല്ലാവരുടെയും പോയി പറയണോ? മംഗലം പറയുന്നേ ഇത് എന്നോടങ്ങനെ പറഞ്ഞോ? എനിക്ക് 80 അടിയാണടാ. എന്തിന്? മറ്റവൻ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് തന്നെയാ പറഞ്ഞെങ്കിൽ തന്നെ 80 അടിയാ ഇസ്ലാമിക ശരീഅത്തിൽ. അത് എന്നോട് ഇത് പറയാൻ പറഞ്ഞില്ല. ഓരോരുത്തരുടെ ഡ്യൂട്ടി എടുത്താൽ മതി ഓരോരുത്തർ. അപ്പൊ ഉള്ളത് പറയാൻ പറഞ്ഞോ? എന്നാ പിന്നെ വേറൊരുത്തൻ എന്താ കുറച്ചെല്ലാം പറഞ്ഞ് ശരിയല്ല, ഞാനും കണ്ടതല്ലേ, എന്നാ എനിക്കും 80 അടിയാ. വേറൊരുത്തൻ ഞാനും കണ്ടിരുന്നു, എന്നാ എനിക്കും 80 അടി. മൂന്നാക്കി 240 അടിയാ. എന്തിന്? വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് വന്ന് പറഞ്ഞാൽ മതി. കാരണം പറയേണ്ടതേ പറയാൻ പാടുള്ളൂ, എല്ലാം പറയാനുള്ളതല്ല. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് നല്ല വിവരമില്ലാത്തവൻ മതത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യരുത്. കൈകാര്യം ചെയ്താൽ അബദ്ധത്തിൽ ചാടും. അങ്ങനെ ചാടിയതാണ് വാസ്തവത്തിൽ എല്ലാ പുത്തനാശയക്കാരും. അവര് പറയുന്നത് അപ്പോഴത്തെ ആ മൊയ്യാർ ശരിയില്ല. എന്താ? ഞാൻ ശരിക്കും വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് പോയി പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ 80 അടി എന്നെ അടിക്കേണ്ടത്, എന്നെ അടിക്കേണ്ടത്, വ്യഭിചരിച്ചോടല്ലേ അടിക്കേണ്ടത്, അല്ല ഇന്നെ തന്നെ അടിക്കേണ്ടത്. വ്യഭിചരിച്ചോന്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചരിച്ചോ ഇല്ലയോ എന്നുള്ളത് നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പാടില്ല. ഇങ്ങോട്ട് ഇത് പറയാൻ പാടില്ല. എന്താ ഇസ്ലാമിന്റെ നിയമം? ഇസ്ലാമിന്റെ നിയമം ഒരാൾ വേറൊരുത്തനെ പറ്റി ഫിത്ന പറഞ്ഞാൽ എന്താ നിയമം? ഗസാലിമാൻ പറയുന്നത് 6 കാര്യം വുജൂബ. ഒരുത്തൻ വേറൊരുത്തന്റെ കുറ്റം പറഞ്ഞാൽ 6 കാര്യം വുജൂബ. ഒരുത്ത ഏഷണിയും കൊണ്ടുവന്നാല് 6 കാര്യം വുജൂബാവും. ഈ ഏഷണി എന്നതിനാ പറയാ? സ്നേഹിക്കുന്ന ആളുകളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി വർത്താനം പറയാ, അതിന്റെ പേരാ ഏഷണി. അത് ഗസാലിമാമന് പറഞ്ഞു. ഉദാഹരണത്തിന് എന്നെപ്പറ്റി ഒരുത്തൻ ഏഷണി പറഞ്ഞു. എന്താ ഏഷണി പറഞ്ഞറിയോ? കുറ്റ്യാടി പള്ളീൻ്റെ സിറാജുൽ ഹുദ പള്ളീൻ്റെ അങ്ങ് അവിടെ ആ പന്തല് നമ്മളെ ദാറുൽ ഹുദയിൽ അവാർഡ് വാങ്ങിയ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അല്ല, റാങ്ക് വാങ്ങിയ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ് അവർ, മദ്രസയിൽ റാങ്ക് വാങ്ങിയിരിക്കുക. അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടീൻ്റെ ഫോട്ടോ ഇല്ല, അവിടെ കാലിയാണ്. അതിൻ്റെ ചോട് എഴുതി വെച്ചിരിക്കുന്നത് ഫാത്തിമ അബ്ദുറഹ്മാൻ, അതെൻ്റെ മോളാണ്. ഫോട്ടോ ഇല്ല. അപ്പോൾ ഒരുത്തം ഫിത്ന അറിയാം വേറുള്ളവരോട്. അതുകൊണ്ട് നിങ്ങൾ അയാൾ സ്കൂളിൽ നടത്തുക,
എന്നിട്ട് കുട്ടികൾ റാങ്ക് വാങ്ങുക, എന്നിട്ട് ഇപ്പം കുട്ടികളെ ഫോട്ടോ അയാൾ എന്നെ കൊടുക്കുക, അയാളെ മോളോട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുണ്ട് ഫിതനന്റെ കോലം. എന്നാ പിന്നെ അയാളെ മോളും കൊടുക്കണ്ട, അയാളെ മോളും അയാൾ കൊടുത്തില്ല, വേറെ ഉള്ളവരെ മോളെ കൊടുക്കുക. ഇപ്പൊ കേൾക്കുന്ന നോക്കി പെട്ടെന്ന് എന്ത് തോന്നും, ശരി തന്നെയല്ലേ അതിൻ്റെ അയാളെ മോളെ കൊടുക്കാൻ ഞാൻ അതും പറഞ്ഞ് നടന്ന ആഹൃത്തിൽ നശിക്കൂലേ? ഇത് സംഗതി ശരി തന്നെയല്ലേ? ഫോട്ടോ നോക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ, മറ്റുള്ള കൊടുത്തിട്ടുണ്ടല്ലോ, തെറ്റിദ്ധരിക്കും വേറെ വേണോ? പക്ഷേ അതെന്താണ് ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണോ? അപ്പം ഞാൻ പറയൂ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് ഫാത്തിമ റാങ്ക് വാങ്ങിയിട്ടുണ്ട്, ഫോട്ടം കൊടുക്കുന്നതിൽ ഓക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കൊടുക്കണോ ചേച്ചി? അവന് കൊണ്ടാ വേണ്ട, ഓക്കെ 10 പേര് എന്തിനേ കൊടുക്കുന്നത്, കൊടുക്കണ്ട. ആ കുട്ടിക്ക് താല്പര്യമില്ല പിന്നെ കൊടുക്കാൻ നിൽക്കണോ? അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അതിന് വേറൊരു കുട്ടിക്ക് താല്പര്യം അത് കൊടുക്കാൻ നിൽക്കണോ? അതും കൊടുക്കാൻ നിൽക്കേണ്ടിയില്ല. പക്ഷേ ഈ ഫിതനുണ്ടാക്കുന്നവന് വേറെ എന്തോ വേണോ? ഇങ്ങനെ ഫിതനന്റെ കോലം, ഓരോ ഫിതനന്റെ കോലം അങ്ങനെ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ അങ്ങാടി പോയി ഫിതനുണ്ടാക്കുന്ന കോലം ശരിക്കും മുസ്ലിം ഉമ്മത്ത് പഠിക്കണം. അങ്ങാടി പോയി അടിമനെ വാങ്ങാൻ പോയതാ. അന്ന് അടിമ കച്ചവടം നടക്കുന്ന കാലം. ഒരടിമനെ കണ്ട് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ പണിയും അറിയാം, ഭാഷ അറിയാം, ഒക്കെ അറിയാം. ബുക്കോന്ന് ചോദിച്ചു, ബുക്ക് വില ചോദിച്ചു, ആദായമുണ്ട്, നല്ല ആദായമുണ്ട്, കുറഞ്ഞ വെച്ചു. അപ്പോൾ ഇയാൾക്ക് എന്നൊരു സംശയം, എന്താ ഇത്ര വില കുറവ്? അങ്ങനെ വില കുറയും എന്തോ ഒരു ധാരാളം എന്നൊരു തോന്നലുണ്ടാവില്ലേ? പറമ്പിനെല്ലാം വില കുറഞ്ഞാൽ അവിടെ പാർക്കാൻ പറ്റൂലേ എന്നാ ചിന്തിക്കുക. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് സ്ഥലം എനിക്ക് കിട്ടിയ തിരക്കില്ല. കാരണം നമുക്ക് പാർക്കണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സ്കൂളോ മദർ ചേട്ടാക്കാലോ. അപ്പോൾ എന്താ വില കുറവ്? അപ്പോൾ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? പിത്തിനും അറിയും, ഏസനി പറയുന്നത്. അപ്പം ഇയാൾ ഏസനി പറയൂ, കുറഞ്ഞ വിലയിലുള്ള എല്ലാ പണിയൊക്കെ അറിയുമോ? പണിയൊക്കെ ജോറാണ്, ബാസി എല്ലാം റെഡിയാണ്, എന്നായി വാങ്ങാം, പൈസ കുറച്ചല്ലേ ഉള്ളൂ. ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ, ഇവൻ പറയുന്നത് വിശ്വസിക്കേണ്ടെന്ന് ഉറപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? ഇയാൾ പൈസയും കൊടുത്ത് വാങ്ങിയാൽ പുറക്കൊണ്ടു വന്ന ഒരു പ്രശ്നമില്ല, നല്ലെണ്ണം പണിയെടുക്കുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവൻ പരിപാടി തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് കുറേ ദിവസം കൂടെ നടന്നിങ്ങനെ ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇയാൾക്ക് ഭാര്യനോട് ഇത്ര സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇത്ര സ്നേഹമുണ്ട്, ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം മെല്ലെ ഇങ്ങനൊരു ദിവസം ഇയാളങ്ങ് പോയപ്പോൾ ഭാര്യനോട്, ഞാൻ പിത്തനക്കാരനാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ അടുത്തൊരു മാസികയിൽ വായിച്ച്, ആ മാസികത്തിന് ഇരുന്ന് ഇത് വായിക്കരുത് കേട്ടോ. എനിക്കിങ്ങനെ ഓർമ്മയായി സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞ ചരിത്രം, ഞാൻ പറയുന്നത് വിശ്വസിക്കരുത് കേട്ടോ. എന്നിട്ട് ഇവൻ ഇതൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഇവള് ഇനി പറഞ്ഞാൽ വിശ്വസിക്കൽ ഉറപ്പല്ലേ, പണ്ട് ഇനി നബിയുത്തന്നെ മാമൻ തരാൻ, അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഒന്നും പറഞ്ഞ് വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാനിട്ട് പറയുന്നില്ല പറയുന്നില്ല. അപ്പോൾ ഇവളല്ല ഇനി പറയാൻ വിശ്വസിക്കൊന്നുമില്ല, എന്നാലും പറ, എന്താ എനിക്ക് പറയല്ലോ, പറ എല്ലാം കൂടി പറയാൻ വേണ്ട ഇവളെ കൊണ്ടുണ്ടെങ്കിൽ പറയിച്ചു, പറയാന്ന് പറയിച്ചു. ഇവനെന്താ പറയുന്നത്? ഒന്നുമില്ല, നിങ്ങളെ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് തിരിഞ്ഞൊരു കാര്യം ഞാനൊന്നും സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ, നിങ്ങളതിനൊന്നും വിചാരിക്കേണ്ട, ഒന്നും നടന്നിട്ടൊന്നുമില്ല പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് ഇസ്കാലാവും വേറെ എന്തോ വേണോ? വേറെ എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് വലിയ ബേജാറില്ല. ഇത് പറഞ്ഞാൽ തമാശയും കൂടി പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോ ഇവർക്ക് വിഷമം തന്നെ. പക്ഷേ ഓടാ, ഇനി നമുക്ക് എൻ്റെ ഭർത്താവ് അങ്ങനെ ചൂല, എന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ പറയില്ല വേണ്ട എന്നെ വിശ്വസിക്കണ്ട. എന്നിട്ടും ഇവർക്ക് ബേജാറ് തന്നെ പിന്നെ. അപ്പൊ ഇവർ നിങ്ങളിതിനെ കണ്ണുമുടലും പടക്കാക്കുന്നത്, നിങ്ങൾക്ക് ഞാനൊരു പണി പറഞ്ഞില്ല, ഇതെൻ്റെ അതിൻ്റെ ശൈലിയിൽ ഞാൻ വിവരിക്കുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം ആ ചരിത്ര പറഞ്ഞത്. അപ്പൊ എന്താ വേണ്ടത്? അതില്ലാണ്ടാക്കാൻ വളരെ പെട്ടെന്ന്, നിങ്ങളെ ടെൻഷൻ ആവേണ്ടി ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഈ പണി വെച്ച് എങ്ങനെയാണ്? അതിനൊരു ചെറിയ പണിയെടുത്താൽ മതി. എന്താ പണി വെച്ച്, അത് 2 രോമം നിങ്ങളെ ഭർത്താവിൻ്റെ കഴുത്തുനിന്ന് കിട്ടിയാൽ പണി ഞാൻ ശരിയാക്കും. പിന്നെ നിങ്ങളല്ലാത്ത ഒരു പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല, അത് സാരല്ല, ഇന്ന് രാത്രി തന്നെ ഓർമ്മ ഞാൻ എടുത്തിയതാ. അപ്പൊ ഇയാള് ശരിയായി. അതും കഴിഞ്ഞ് അയാൾ പോയി മെല്ലെ ഇറങ്ങി. എല്ലാം കൂടി മറ്റേ ആൾ പോയ ഓഫീസ് ഈ പുറക്കാരൻ പോയ ഓഫീസോ കടയോ വീടിയോ അവിടെ പോയിട്ട് ഇവനിങ്ങനെ കുറേ തിരിഞ്ഞ് പറഞ്ഞ് കളിച്ച്. ഇയാൾ എന്ത് ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് കളിക്കുന്നു? അതൊന്നുമില്ല, ഞാൻ പിത്തനക്കാരനല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്നും വിശ്വസിക്കൂല, നിങ്ങളൊന്നും വിശ്വസിക്കണ്ട, ഞാനിട്ട് പറയുന്നില്ല. പറഞ്ഞെല്ലാം കൂടി ഇയാൾ പറയും, ഇനി പറഞ്ഞോ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി ഹംക്കാണ്, പിത്തനക്കാരനാണ്, എന്നോ ആദ്യം തന്നെ പറഞ്ഞാണ്, ആയിക്കോട്ടെ നിങ്ങളൊന്നും വിശ്വസിക്കണ്ട, പക്ഷെ എന്നാലും നിങ്ങളെ ഭക്ഷണം കഴിച്ച് കുറേ കാലം താമസിച്ചല്ലേ ഞാൻ, അപ്പോൾ എൻ്റെ ഒരു കടപ്പാട് ഞാൻ വീട്ടുകയാണ്, നിങ്ങൾ വിശ്വസിക്കണ്ട. അതാ നീ പറയാൻ. ഒന്നുമില്ല, നിങ്ങളിപ്പം പുരയിലുണ്ടായില്ലല്ലോ, എന്തെല്ലാം സംഭവം നിങ്ങൾക്ക് അറിയും, ആരാ വരുന്നത് ആരാ പോകുന്നത് നിങ്ങളറിയില്ലല്ലോ, പലരും പോകുന്നുണ്ട് വരുന്നത് അങ്ങനെ പലതുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ച് ഇതുവരെ ഞാൻ സഹിച്ച്. പക്ഷെ നിങ്ങളോടുള്ളൊരു സ്നേഹ ബഹുമാനം കൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിലെത്തിയപ്പോൾ ഒന്ന് സൂചിപ്പിക്കാണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട ആരും. അതാ
ഒന്നുമില്ല, ഇന്ന് രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ കഴുത്തറക്കാൻ നിങ്ങളുടെ ഭാര്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വിശ്വസിക്കൂല എന്ന് എനിക്കറിയാം, ഇങ്ങോട്ട് വിശ്വസിക്കുകയും വേണ്ട. പക്ഷെ ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കിടന്നോളി. അപ്പൊ ഇയാള് പോടാ, നമുക്ക് എൻ്റെ ഭാര്യ എൻ്റെ കഴുത്തറക്കാൻ പോയിട്ട് ഈ എനിക്കൊന്നും പറ്റിയിട്ടില്ല, കുളന്താ ജീവിക്കുന്നു ചിന്തിക്കുന്നത്, അത്ര സ്നേഹമുള്ള ഭാര്യയാണ്, മറ്റേ ഒരു തോന്നിയാസനോട് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞ് ഇവനെ ആട്ടി ഓടിച്ച്. പക്ഷെ എന്നാലും ഇയാളെന്ത് ചെയ്തു, പോയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കിടന്നുകൊണ്ട് കുഴപ്പമൊന്നും അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, ശ്രദ്ധിച്ച് കിടക്കാൻ വിചാരിച്ചു. അങ്ങനെ ശ്രദ്ധിച്ച് ഇയാള് കിടക്കുകയാണ്, ഉറങ്ങും പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴുണ്ട് പ്രിയപ്പെട്ട ഭാര്യ ഒരു കത്തി എടുത്ത് ഇങ്ങനെ തരുന്നു. കാരണം ഭാര്യക്ക് 2 രോമം കിട്ടണ്ടേ കഴുത്തുനിന്ന്, ഒരു പണിയെടുക്കാണ്ടല്ലോ. മെല്ലതെ കത്തിയും കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാ, കഴുത്തിൽ കാച്ചിങ് വെക്കുന്നതോടുകൂടി ഇയാൾ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കത്തി പിടിച്ചിങ്ങോ ഒരൊറ്റ കുത്തു കൊടുത്ത് ഭാര്യനെ കൊന്നു. ഭാര്യ മരിച്ചു വീണപ്പോൾ പിറ്റേ ദിവസം ഭാര്യയുടെ കുടുംബങ്ങൾ ഓടി വന്നു, ഇദ്ദേഹത്തെ പകരം കുത്തിക്കൊന്നു. അങ്ങനെ എത്രയോ കൊലകൾ ആ 2 കുടുംബങ്ങൾക്കിടയിൽ ഇവന്റെ ഈ ഫിത്ന കൊണ്ട് സംഭവിച്ചു. ഇങ്ങനെയാണ് നമീമത്ത് പറയുന്നവന്റെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, ഒരുത്തന്റെ അടുത്ത് പോകും, എന്തെങ്കിലും ചോർത്തിയെടുക്കാൻ നോക്കും, എന്നിട്ട് അത് എന്നെ പകുതി കക്കും, എന്റെ പകുതി അപ്പുറന്ന് കെട്ട് ഇപ്പുറന്ന് കെട്ട് വേറൊത്തിന് കേൾപ്പിക്കും. ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കുന്നവരുടെ സ്വഭാവം, അവർക്ക് ഫിത്നയാണ് ആവശ്യം. അതുകൊണ്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, 6 കാര്യം വുജൂബാണ് കേട്ടോ. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സംബന്ധിച്ച് സ്നേഹിക്കുന്ന ജനങ്ങളുടെ സ്നേഹം ഇല്ലാതെയാക്കുന്ന വർത്തമാനം പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ 6 കാര്യം നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാ യുസദ്ദിഖഹു, അവൻ പറയുന്നത് നേരാക്കരുത്, അവൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കരുത്. എന്താണ് കാരണം? ലിഅന്നൻ നമ്മാമ, വേറെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏഷണി പറയുന്നവൻ ഫാസിഖുൻ, അവൻ തോന്നിവാസിയാണ്, തെമ്മാടിയാണ്. വഹുവ മർദൂദു ഷഹാദതി, അവൻ സാക്ഷി പറഞ്ഞാൽ അവന്റെ സാക്ഷി സ്വീകരിച്ചുകൂടാ. എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചൂടാ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചൂടാ, ഞാൻ നേരിൽ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാ. അവൻ സാക്ഷിക്ക് പറ്റാത്തവനാണ്. എന്താണ് അതിന് തെളിവ്? ഉസാലിമ പറയാണ്, ഖാല തആല, അല്ലാഹുവിന്റെ ഖൗലാണ് അതിന് തെളിവ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ വല്ലതും ചെയ്താൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഖേദിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു മനുഷ്യനൊരു വാക്ക് ഒരാളെ പറ്റി വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷണി പറയുന്ന ഫിത്നക്കാരന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല, അവൻ സാക്ഷിക്ക് പറ്റൂല. ഒന്ന്. രണ്ടാമതായി വുജൂബാകുന്ന കാര്യം അയ്യൻഹാഹു ദാലിക വയൻസഹ ലഹു വയുഖബ്ബിഹു അലൈഹി ഫഇലഹു, അവനെ വിളിച്ച് ഇനിമേലിൽ നീ ഇങ്ങനെ പറയരുത് എന്ന് വിരോധിക്കണം. വയൻസഹലഹു, അവനെ നല്ല നിലക്ക് ഒരു സ്നേഹിതൻ പറയുന്നത് പോലെ, ബാപ്പ മകനോട് പറയും പോലെ, ഉസ്താദ് ശിഷ്യരോട് പറയും പോലെ അവനെ ഉപദേശിക്കണം. വയുഖബ്ബിഹ അലൈഹി, അതോടുകൂടെ നിന്റെ ഈ പണി വളരെ മോശമായ പണിയാണ് എന്ന് അവനെ ഉപദേശിക്കണം. അതിനെന്താ തെളിവ്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅ്മുർ ബിൽ മഅറൂഫി വൻഹി അനിൽ മുൻകർ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉപദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, അവന്റെ കീശയിൽ ഉണ്ടാവും ഈ ഉപദേശം തീർത്തും പിടിക്കുന്ന ഒരു സാധനമെന്ന് മനസ്സിലാക്കണം. കാരണം പിത്തനക്കാരങ്ങനെയാകും. എന്നിട്ട് എന്ത് ചെയ്യും? അത് പിടിച്ചോണ്ട് ഒഴിച്ച് പകുതി അപ്പുറം മുറിച്ച് ഇപ്പുറം മുറിച്ച് പകുതി എന്ന് കേൾപ്പിച്ചിട്ട് ആ ഉപദേശിച്ച മനുഷ്യനെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണ് പാല് കൊടുക്കുന്ന കൈ എങ്ങനെയുണ്ട് കടിക്കാനും നോക്കുന്ന കാലമാണിത്. സുബ്ഹാനല്ലാഹ്. 2-3 ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചത് സൗദി അറേബ്യയിൽ. ഉസ്താദേ, നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കണേ, ഒരു പിടിക്കുന്നുണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞു, നീയും ഇത് പിടിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്.
കാരണം പിടിക്കൂന്ന് വിചാരിച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇതിനെ പിടിക്കൂല വിചാരിച്ച് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് അള്ളാഹിനല്ലാണ്ട് പേടിക്കാൻ കഴിയോ? ചെറുകളെ തടുക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയാ. ചെറുപെട്ടതാണിത്. നിങ്ങൾ കാണുന്നില്ലേ പച്ചേര് നാദാവരത്ത് പ്രസംഗിച്ച പ്രസംഗം, അതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് സെൽഫി ഇട്ട് നോക്കുമ്പോൾ പറഞ്ഞ് വളരെ മോശമാണെന്ന് തോന്നില്ലേ? കാരണം അങ്ങേപ്പുറം മുറിച്ച് ഇങ്ങേപ്പുറം മുറിച്ചാണ്. അതേ സമയത്ത് ആ പ്രസംഗ സരസ്വതി കെട്ടുകൾക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. അപ്പുറം ഇപ്പുറം മുറിച്ച് അങ്ങനെ തന്നെ ഉണ്ടാകുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കിളിപ്പ് മുറിയന്മാരുള്ള കാലമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളോട് അള്ളാഹ് കൽപ്പിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അറിവില്ലായ്മയുടെ പേരിൽ അതാ ഒരുത്തം വന്ന് നമ്മളോട് നമീമത്ത് പറയും, അല്ലെ വേറെ ആളോട് നമീമത്ത് പറയും. നമ്മൾ അറിയുമ്പോ അവനെ വിളിച്ച് ഉപദേശിക്കൽ നമ്മളെ കടപ്പാടാണ്. അതിന് ഖുർആൻ തെളിവാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയത്തോതി പറയാണ്. മൂന്നാമത്തത് 6 കാര്യമാണല്ലോ വേണ്ടത്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സംബന്ധിച്ച് നമീമത്ത് പറഞ്ഞാൽ ഫിത്ന പറഞ്ഞാൽ 6 കാര്യം. അതിൽ മൂന്നാമത്തെ കാര്യം ഗസാലിമ പറയാണ്, ഫൈൻ അതെന്താണ്? യുബ്ഗിദഹു ഫില്ലാഹ്, അവനെ വെറുക്കണം. അതായത് ഈ ഫിത്ന പറയുന്നവനെ എല്ലാവരും വെറുക്കണം. അതിന്റെ കാരണം ഫൈൻഹു ബഗീദുൻ ഇൻദല്ലാഹ്, അവൻ അള്ളാഹിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനാണ്. വയജിബു ബുഗ്ദു മൻ യബ്ഗിദുഹു അല്ലാഹ്, അല്ലാഹു തആല വെറുത്തവനെ വെറുക്കല് നമുക്ക് നിർബന്ധാണ്. അതുകൊണ്ട് ഏശനി പറയുന്നവൻ അള്ളാഹ് വെറുത്തവനാണ്, അവനെ നമ്മൾ വെറുക്കണം. നാലാമതായി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാ നദുന്ന ബി അഖീകൽ ഗായിബിസ്സൂ, നിന്റെ സദസ്സിലില്ലാത്ത അതേ മറ്റൊരാളെ സംബന്ധിച്ച് നിന്നോടൊരുത്തൻ വന്ന് ഫിത്ന പറഞ്ഞാൽ ആ സഹോദരനെ പറ്റി നിന്റെ മനസ്സിലൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. വാകയാൽ അയാൾ അങ്ങനെയാണോ, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ, അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, അങ്ങനെ ഒരാളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കരുത്. അതിനെന്താ തെളിവ്? മുസ്ലിം പറയാണ്, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, ധാരണകൾ നിങ്ങൾ ഒഴിവാക്കണം. പല ധാരണയും തെറ്റുധാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ അംഗീകരിക്കുന്നവരെ ഫിത്നക്കാരന്റെ ഫിത്ന കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 5ാമത്തെ നിർബന്ധം എന്താണ്? വസാലിമ പറയാണ്, വല്ലാ യഹ്മിലക മാ ഹകാലക അല തജസ്സുസി ലിതതഹഖഖ, ഇതുപോലെ തന്നെ എന്നോടൊരാൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എന്നാ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് വെച്ചിട്ട് നീ ടെസ്റ്റ് ചെയ്യാൻ പോവുകയും വേണ്ട. നീ ടെസ്റ്റ് ചെയ്യാൻ പോണ്ട. ഇപ്പൊ ചിലരില്ലേ ടെസ്റ്റ് ചെയ്യണോന്ന് പറയുന്നത്, എന്ത് ഒത്തർക്ക് ഷുഗർ ഉണ്ടോ ഇന്നോ എന്ന് ടെസ്റ്റ് ചെയ്ത് വിടാന്നല്ല ഞാൻ പറഞ്ഞു. പിന്നെ മക്കത്തുനിന്ന് ഒരാൾ ഹജ്ജും കഴിഞ്ഞ് വരുമ്പോൾ സംസം വെള്ളം കൊണ്ട് തന്നു. അപ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു സംസമാന്നുള്ള എന്താ തെളിവ്? ഇയാൾ കൊണ്ടുവന്ന് സംസമല്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിൻ്റെ കുടിച്ചോ ഇല്ലേ, എല്ലാത്തും കുടിക്കണ്ട, മനസ്സിലും കുടിച്ചോട്ടെ, ബർക്കത്തുള്ള വെള്ളം, ബർക്കത്ത് വേണേ കുടിച്ചോ ഇല്ലേ കുടിക്കണ്ട. അല്ല അയാൾ കൊണ്ടുവന്ന സംസം തന്നെ, എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പില്ലേ, നീ കുടിക്കണ്ടോ, ഉറപ്പുള്ള കുടിച്ചോട്ടെ. എനിക്ക് ഉറപ്പില്ല, ഞാളൊക്കെ സംശയട്ടെ തന്നെ കുടിക്കും. ഈ സംസമാൻ സംശയട്ടെ തന്നെ കുടിക്കും. ഒരു 99.25 അരക്കാലും പറഞ്ഞ് സംസമല്ലാന്ന്, ഒരക്കാല് പറഞ്ഞ് സംസമാണ്, എന്നാലും കുടിക്കൂ. അരക്കാല് സംശയമുണ്ടല്ലോ സംസമാണ്, കിട്ടിയോ വരട്ടെ കുടിക്കൂ. പക്ഷേ ഇയാൾ അങ്ങനല്ല. ഇയാള് സംസം തന്നെയാ. എന്നാ എന്നോട് ഞാൻ ചോദിക്കട്ടെ, ഇയാൾ തേജസ്സസ് കൊടുക്കാണ്, നീ സംസം കിണർ കണ്ടിനോ? ഇപ്പൊ അജിനോ ഇയാൾ? ഞാൻ കണ്ടിട്ടില്ല. നീ പൈപ്പ് കണ്ടിനോ? എവിടുന്ന വരുന്നതെന്ന് കണ്ടിനോ? ബക്കറ്റ് കണ്ടിനോ? മോട്ടർ കണ്ടിനോ? വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോളമുള്ള പൈപ്പ്, അതിനാ സെനത്ത് എന്നറിയാം. ഇങ്ങനെ അങ്ങോളം വെള്ളം ഇങ്ങനെ പോയ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് കണ്ടിനോ? ഇങ്ങനെ അങ്ങോളം ഒന്നും കണ്ടില്ല. പിന്നെ എല്ലാവരും സംസം എടുക്കുന്നുണ്ടെന്ന് എനിക്കും കിട്ടി, ഞാനും എടുത്തു പോവാണ്. സംസമല്ല സംസമല്ലാന്നേ നീ പറഞ്ഞ് കുടിക്കണ്ട. ഞങ്ങളുടെ നിർബന്ധിക്കും, ഞങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്നൊന്നുമില്ല, അങ്ങനെ അല്ലേ പേടിക്കേണ്ടി ഉള്ളൂ, കുടിക്കുന്നില്ല. അപ്പോൾ പിന്നെ അല്ല പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? എങ്ങനെയാട്ടോ ടെസ്റ്റ് ചെയ്ത്? ഞാൻ പേരോടെ റഹ്മാൻ സഖാഫിന്റെ പ്രസംഗം കേട്ടതാ പണ്ട്. എന്താ പറഞ്ഞ്? അയാൾ പറഞ്ഞു മാവു സംസം ലിമാ ശരിബലഹൂന്ന് ഹദീസിലുണ്ട്, സംസം വെള്ളം കുടിച്ചാൽ ഏത് രോഗവും മാറും, എന്തുദ്ദേശവും ശബലിയാവും. അങ്ങനെ അയാളൊരു ശിഷ്യാണ് ഹസൻ സഖാഫിക്ക് സംസം വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് ക്യാൻസർ രോഗം മാറിയെന്ന് പേരോട് പ്രസംഗിക്കുന്ന CD-യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കുക, എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ, ഇതൊന്ന് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു നോക്കുക, മാറുന്നുണ്ടേ സംസം, ഇല്ലേ സംസമല്ല. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടെസ്റ്റ് ചെയ്യാനും പറ്റൂല. അതാ ഹുസാനിമാൻ പറയും, നിന്നോടൊറ്റ ഫിത്ന പറഞ്ഞാൽ, വേറൊരാളെ സംബന്ധിച്ച് ഫിത്ന പറഞ്ഞാൽ നീ പരിശോധിക്കാൻ പോകാൻ പാടില്ല.
എന്തിനു ഉറപ്പിട്ടാൻ വേണ്ടി നിന്റെ വകയിൽ പരിശോധന അങ്ങനെ പരിശോധിക്കാൻ പാടില്ല. എത്രത്തോളം അറിയോ? എന്തായാലും വേറൊരു സ്ഥലത്ത് പറഞ്ഞു, ഇഹിയാവുദ്ദീനിൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞു രാവിലെ ഒരുത്തം കള്ളു കുടിക്കുന്നുണ്ട്. ഒരു മുസ്ലിം മനുഷ്യൻ രാവിലെ കള്ളു കുടിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ഇവന് കുപ്പിയെ കൊണ്ടുപോകുന്നു. രാവിലെ കള്ളു കുടിക്കാൻ നമ്മൾ ശരിക്കും കണ്ടതാ. ഇപ്പം വൈകുന്നേരം കുപ്പി കൊണ്ടു. അപ്പൊ ഇവനെ വിളിച്ചിട്ട് എടോ കള്ളൊന്നും കുടിക്കാൻ പാടില്ല. ഇവൻ ഉസ്താദ് ഇത് കള്ളല്ലോ, ഇത് സുർക്കിയാണ്. എന്നാ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല എന്നാ. എന്താ ഓനെ തെറ്റിദ്ധരിക്കണ്ട, ഓൻ സുർക്കിയാൻ തന്നെ വിശ്വസിച്ചോളാം. ഇല്ല പരിശോധിക്കാൻ നീ പോണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയും ഒരു മൂമിനായ മനുഷ്യത്തിന് കള്ളുടിച്ച് തോന്നിയാസം ചെയ്തു തെറ്റി തന്നെ അള്ളാഹ് വെറുതെ കൊടുക്കട്ടെ. അയാൾ ഉപദേശിച്ചോ കള്ളുടിക്കാൻ പാടില്ല. നേരെ പറിച്ച് മൂമിനെ തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധരിക്കാൻ പറ്റൂല. അങ്ങനെയാ ഇമാമിങ്ങൾ പറഞ്ഞത്. എന്താ മഹാന്മാര് പഠിപ്പിച്ചത് ഇത് മനസ്സിലാക്കണം. അങ്ങനെ അഞ്ചാമത്തെ കാര്യം അതാണ്. ആറാമത്തെ കാര്യം പറയാൻ അല്ലാ തർലാലി നഫ്സിക മാനഹൈതൻ നമ്മാമ അൻഹു. ഏഷണി പറയുന്നവനെ നീ വിരോധിച്ചു, അതേ നീ ഏഷണി പറയരുത്. എന്നിട്ട് നീ ഏഷണി പറയരുത്. ഒരാളെ പറ്റി തങ്ങളെ കൊണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റവനോട് പറയാ, അതും ചെയ്യരുത്. അതും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പറയാൻ സമയമില്ല. വലിയ വിഷയമാണിത്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഫിത്ന അത് ഈ ഏഷണി എന്ന് പറയുന്ന ഫിത്നയാണ്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാതെ ആയിപ്പോകും. എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടു പോകും. ഒരേ ക്ഷണിക്കാരൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് ദുആക്ക് ഉത്തരം കിട്ടൂല. അതല്ലേ മൂസാ നബി അലൈഹി ഇസ്ലാം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. നബിയല്ലേ, റസൂലല്ലേ, ഉലുൽ അസ്മല്ലേ. പക്ഷേ മഴ കിട്ടിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ റബ്ബേ മഴ കിട്ടാത്തത്? അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു ഏഷണിക്കാരനുണ്ട്. ഫിത്ന പറയുന്ന ഒരു ചങ്ങായിണ്ട്. ഒരുത്തനോട് പോയിട്ട് എന്നെ കൊണ്ടവനെ പറഞ്ഞു, മറ്റവനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയുന്ന ഒരുത്തനുണ്ട്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം തരൂല. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്നാ പഠിച്ചോനെ അയാളെ പേരിങ് പറഞ്ഞ അയാൾ പുറത്തായിക്കോളാം, അയാളെ പേരിങ് പറഞ്ഞേ. അപ്പൊ അള്ളാഹ്, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ് ഏഷണി പറയാൻ പാടില്ല, ഫിത്ന അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഇന്നാളാന്ന് പറഞ്ഞാൽ അന്നേരം അതൊരു ഫിത്നയാവൂലേ? ഇന്നാളാണ് ഏഷണി പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞാല് അതൊരു ഏഷണിയാവൂലേ? അത് നിങ്ങളൊരു കാര്യം എല്ലാവരും കൂടി അങ്ങ് തൗബ ചെയ്തോളേ, ഒന്നായിട്ടൊക്കെ തൗബ ചെയ്തോളേ. മൂസാ നബി അലൈഹി സ്വലാമും എല്ലാവരും കൂടി തൗബ ചെയ്യാണ്. അവരെ ദുആക്ക് ഉത്തരം കിട്ടുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഈ ഫിത്നയും ഫസാദും വർദ്ധിച്ച കാലത്ത് നമ്മളെ ഈമാൻ രക്ഷിക്കണം. നമ്മളെ ഈമാൻ നശിപ്പിക്കരുത്. ഒരാളെയും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നമ്മളെ ആലിമീങ്ങളെ കുറ്റം പറയരുത്. ആരെയും കുറ്റം പറയരുത്. ലാ തഖ്തബന്ന ഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്ബിൻ ലിമാ ഫി ലഹ്മിഹിം ദുഅഫാ ഇന്ന ദുഅഫ ഇദാ മാ കുൻത തകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫി നഫ്സിക തലഫു. സുബ്ഹാനല്ലാഹ്. മഹാന്മാര് പറയാണ്, നിങ്ങൾ ഒരുത്തന്റെയും കുറ്റം പറയാൻ പോണ്ട. ആലിമീങ്ങളെ കുറ്റം തീരെ പറയണ്ട, മറന്നിട്ടും പറയണ്ട. കാരണം അത് വിഷമാണ്. നിങ്ങൾ ഈമാൻ നശിപ്പിച്ച് കളയുന്ന നഞ്ഞാണത്. ആ നഞ്ഞ് നിങ്ങൾ വയറ്റിലാക്കിയാൽ നിങ്ങൾ ഞാൻ അറിയാണ്ടാണ് വയറ്റിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നഞ്ഞ് വയറ്റിലായാൽ മരിച്ചു. ഇതുപോലെ ആലിമീങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്നത് നിങ്ങൾ അറിയാണ്ട് പറഞ്ഞതാണെങ്കിലും അത് നഞ്ഞാണ് വയറ്റിലാക്കുന്നത്. നിങ്ങൾ ഈമാൻ പോയി പോവും. സുഹൃത്തുക്കളെ, ഗൗരവമുള്ളതാണ് വിഷയം. ആലിമീങ്ങൾക്ക് വലിയ പവറാണ്, പക്ഷെ ആലിമീങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ പ്രധാനത്ത് പറഞ്ഞു ചിത്രശലഭം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, പൂമ്പാറ്റ ചിത്രശലഭം. അതിങ്ങനെ ദൂരേന്ന് വരും. എവിടെ? തേനുള്ള സ്ഥലത്ത് തേൻ നുകരാൻ വേണ്ടി പുഷ്പത്തിൻ്റെ അടുത്ത് ദൂരേന്ന് വരും. അങ്ങനെയാണ്. നിങ്ങൾ കാണല്ലേ കുറ്റിയാടിയൊക്കെ വേദ വെച്ചങ്ങൾ ഇവിടുന്ന് എല്ലാം വരും. അതാ അത് നിങ്ങൾക്ക് തരിമൂക്കുള്ളതുകൊണ്ടാ, ഇതിൻ്റെ മണങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാ. അപ്പോൾ കുറ്റിയാടിയിൽ ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഒരു വയലിത്തറ വേദ പറയാണ്, നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എ പി ഉസ്താദ് വേദം നിങ്ങളൊക്കെ പോയിട്ടുണ്ട് അല്ലെ? പൊന്മള ഉസ്താദ് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ
ഒതുക്കുങ്ങൾ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാണ്, ഇപ്പം നമ്മളെ പരിപാടി, നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ആലിമികൾ വേദങ്ങളൊക്കെ വരും. അതേ സമയത്ത് ഒരു വിവരമില്ലാത്തവനോ വിവരമില്ലാത്തവൻ വരില്ല. അതെന്തേ ചിത്രശലഭം പൂമ്പാറ്റകൾ എത്ര ദൂരെന്നും തേൻ നുകരാൻ വരും. അതേസമയത്ത് അതേ താമരപ്പൂവിൻ്റെ നേരെ ചോടക്കുത്തിരിക്കുന്നുണ്ട് എന്ത് നല്ല തവള. പക്ഷെ ഒരിക്കലും പൂവിൻ്റെ അടുത്ത് വരില്ല. കാരണം ഇതിന് തീരെ തരിമോക്കില്ല, ഇതിൻ്റെ മണം കിട്ടൂല. തരിമൂക്കില്ലാത്തവന് ആലിമിനെ തിരിയല. ആലിമീങ്ങളെ തിരിയണേ അതിനും വേണം കുറച്ച് വിവരം. ആലിമിയൊക്കെ ആലിമീങ്ങളെ തിരിയ, ഔലിയാക്കൊക്കെ ഔലിയാക്കളെ തിരിയ. ഞാൻ 3 ദിവസം മുമ്പ് വെച്ചാൽ വെള്ളിയാഴ്ച ഇന്നെന്താഴ്ച ഞായറാഴ്ച മിഞ്ഞാന്ന് രാവിലെ ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കാണാൻ വേണ്ടി സുബഹി നിസ്കരിച്ചിട്ട് ഉസ്താദിന്റെ പുറത്ത് പോയി. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ സമയം നേരം വെളുത്തിട്ടില്ല. എത്രയോ ആളുകളുടെ മുറ്റത്ത് ഇങ്ങനെ കാത്തിക്കുന്നു. ഒന്ന് നമ്മുടെ കുറ്റിയാടി പള്ളിയിലുള്ള നമ്മുടെ തങ്ങളുണ്ട്, അവിടെ പള്ളിയിലുണ്ടാകുന്ന തങ്ങൾ, കായ്ക്കോടി തങ്ങൾ, മൂപ്പരുണ്ട്, മൂപ്പരെ കുട്ടീനെ എടുത്തിട്ട് മൂപ്പര അമ്മോശനുണ്ട്, അങ്ങനെ പല ബൈക്കൊന്നും ആളുണ്ട്. അപ്പം ഞാൻ കയറി, ഞാൻ നേരെ ചെന്ന് എനിക്ക് റൂം തുറന്നു വന്ന് ഞാൻ കയറി. അപ്പോൾ ഉസ്താദിനോട് തങ്ങളും കുറച്ച് ആൾ പോറ്. ആദ്യം ഞാൻ സുബീകരിച്ച ഉടനെ തന്നെ അവരെല്ലാം പറഞ്ഞ് വിട്ടതാണ്. ആ തങ്ങളെയൊക്കെ ഞാൻ കണ്ടത്, എന്നോട് സംസാരിച്ചതാണ് എന്നോട്. അപ്പോൾ രാവിലെ ഒരു വലിയ ബേച്ചിനെ വിട്ടതാ. പിന്നെയും വന്ന് നിറഞ്ഞിട്ടുണ്ട് കുറേ ആൾ. ഇത്തങ്ങൾ പോയിട്ടില്ല, പിന്നെയും വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കയറി. അപ്പോൾ ഉസ്താദ് അവിടുന്ന് വെള്ളിയാഴ്ച ആണല്ലോ താടിയൊപ്പിക്കുന്ന ആ സമയമാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒതുവെടുത്ത് അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ നിന്ന് ഞാൻ അൽക്കവ് പോകാൻ വിചാരിച്ചു. ആ സമയം ഉസ്താദിനോട് അപ്പോൾ സംസാരിക്കാൻ പറ്റല്ലോ. അൽക്കവ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് പൊന്മൾ ഉസ്താദ് ഇപ്പോൾ വരുമെന്നാണ്. അപ്പോൾ എന്താന്ന് അപ്പോൾ നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അളിയൻ അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. CM വലിയുള്ളാൻ്റെ വീട്ടിൽ അവിടുത്തെ കുടുംബത്തിൽ നിന്നാണ് ഈ അബ്ദുള്ള വിവാഹം കഴിച്ചത്. അപ്പോൾ അബ്ദുള്ള ഹാജിൻ്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു. ഞാൻ പോയിരുന്നു മരിച്ച സമയത്ത്. അള്ളാഹു ആ സ്ത്രീ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ആ കുടുംബത്തിൽ അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. അപ്പോൾ അബ്ദുള്ള ഹാജി വേറൊരു നിക്കാഹ് നടത്തുകയാണ് ഉസ്താദിൻ്റെ അളിയൻ. ഉസ്താദ് ആണല്ലോ നേതൃത്വം. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് രാവിലെ സുബഹിയിൽ രാവിലെ ഒരു 9:30-10 മണിക്ക് നിക്കാഹ് നിശ്ചയിച്ചതാണ്. എവിടുന്ന്? പള്ളിയിൽ നിന്ന്. വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും നല്ല സമയം അതാണ് നിക്കാഹിന്. ഇന്ന് ഫത്ഹുൽ മൈനിലുണ്ട് വെള്ളിയാഴ്ച ഒരു രാവിലത്തെ സമയം അവൻ്റെ പള്ളിയിൽ നിന്നാണ് നല്ലത് എന്ന് ഫത്ഹുൽ മൈനിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിക്കാഹുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് ഏതായാലും അതിൽ പങ്കെടുത്തു പോകാറ്. അപ്പോൾ പൊന്മൾ ഉസ്താദ് വന്നങ്ങനെ ഞങ്ങൾ നിക്കാഹിന് വേണ്ടി പള്ളി കയറി. നിക്കാഹിൻ്റെ വാചക ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ദ്വാരക്കാൻ പൊന്മൾ ഉസ്താദിനോട് AP ഉസ്താദ് പറഞ്ഞ് പൊന്മൾ ഉസ്താദ് ദ്വാരന്ന് വെള്ളിയാഴ്ച. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ എന്താ പൊന്മൾ ഉസ്താദ് ഒരു വലിയ ആലിമാണെന്നും അദ്ദേഹത്തിന് കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കുകയാണ് AP ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം അളിയന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിഞ്ഞ സദസ്സിൽ ഈ വെള്ളിയാഴ്ച അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പൊന്മൾ ഉസ്താദിനെ പറ്റി ഇന്നലെ ഒരു ചങ്ങാതി വന്ന് എന്നോട് കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് പൊന്മൾ ഉസ്താദ് വരുന്നതിന് മുമ്പ്. അതിൻ്റെ ശേഷം ഉസ്താദ് ഇത് നടത്തിക്കുന്നത്. ആലിമീങ്ങളെ മനസ്സിലാകൂ, ആലിമീങ്ങളെ വിവരമില്ലാത്തവന് മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്. ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞാൽ അത് നഞ്ഞാണ്, മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന നഞ്ഞാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ മുത്തലിബ് ഉസ്താദിന്റെ കല്യാണത്തിന് പോവാണ്. ഞാൻ വാസ്തവത്തിൽ ഉസ്താദിന്റെ പുരക്ക് പോയതിനൊന്ന് മുത്തലിബ് ഉസ്താദിന്റെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കണമെന്ന് പറയാനാണ്. ഇരിക്കട്ടെ, ഇന്നലെ ഞാനിങ്ങനെ പോവാണ്. ഉസ്താദ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ മുത്തലിബ് ഉസ്താദിന്റെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ സംബന്ധിച്ച് എന്നോട് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോടും പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അയാൾക്ക് പ്രശ്നം ഉള്ള ആളാരാന്ന് ഉസ്താദിന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദിനെ ഞാൻ ആളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഉസ്താദിനെ അയാളെ അറിയാം.
ഞാൻ പറഞ്ഞു അയാൾ മസലയാ ചോദിച്ചത്, അതുകൊണ്ട് പൊന്മള ഉസ്താദിന്റെ പോകാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അപ്പൊ ആലിമീങ്ങൾക്കാണ് ആലിമീങ്ങൾ അറിയാ. എ പി ഉസ്താദിന്റെ പറഞ്ഞിട്ട് ഉസ്താദിന്റെ തിരക്കിൽ പറയാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പൊന്മള ഉസ്താദാകുമ്പോൾ സമയം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പൊന്മള ഉസ്താദിന്റെ അടുത്ത് പോകാൻ പറഞ്ഞത്. അപ്പൊ മുഅ്മിനീങ്ങളെ ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ മനസ്സിലാകും. അതേ സമയത്ത് ഇൽമില്ലാത്തവർക്ക് ആലിമീങ്ങളെ തിരിയൂല, ഇൽമിന്റെ കനവും തിരിയൂല. അതുകൊണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും ഒരു ആലിമിനെയും കുറ്റം പറയരുത്, സാധാരണക്കാരെ തന്നെ കുറ്റം പറയരുത്, ഹറാമാണത്. ആലിമീങ്ങളാകുമ്പോൾ മാംസം നഞ്ഞാണ്. ലൗലം യകുനിൽ ഉലമാഉ ഔലിയാ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിമീങ്ങൾ ഔലിയാക്കൾ അല്ലെങ്കിൽ അല്ലാഹ് ഔലിയാക്കൾ ഇല്ലെന്നാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെവർ പറഞ്ഞത്. അപ്പൊ ഔലിയാക്കൾ ആരാണ് എന്നത് പോലും അറിയുന്നത് ആലിമീങ്ങൾക്കാണ്. ആരാണ് തരീഖത്തിന്റെ ശരിയായ തരീഖത്തുകാരൻ, ആരാണ് പിഴച്ച തരീഖത്തുകാരൻ, നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? ആലിമീങ്ങളോടാണ്. ആലിമീങ്ങൾക്കല്ലേ കാര്യമറിയുന്നത്. ആലിമീങ്ങൾ തള്ളിയാൽ പിന്നെ ഇസ്ലാം ദീനില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയേ. എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മഹാനായ ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായ ഒതുക്കുങ്ങൽ ഉസ്താദിന്റെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പൊന്മള ഉസ്താദിനെയും എ പി മുഹമ്മദ് മുസ്ലിയാരെ ഒക്കെ ആദരിക്കുന്നത്? അവർക്ക് ഇൽമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എം എ ഉസ്താദിനെയും മംസ ഉസ്താദിനെയൊക്കെ ബഹുമാനിക്കുന്നത്? അവർ ആലിമീങ്ങളായതുകൊണ്ടാണ്. ഇൽമിനാണ് പവർ. ആ ആലിമീങ്ങളൊക്കെ ഇരിക്കുമ്പോ എന്നെപ്പോലുള്ളവരല്ലല്ലോ ഒരു കാര്യം സംസാരിക്കേണ്ടത്, ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അതേ ഇദാ ജാഅഹും അംറും മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി. വിശ്വാസം ക്ലിയറാകാത്ത ജനങ്ങൾ, ദുർബലമായ വിശ്വാസമുള്ളവർ, ശരിയായ ഈമാനും തഖ്വയും കിട്ടാത്തവരുടെ സ്വഭാവം, അവർക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കും അവര്, അതൊട്ടാകെ പ്രചരിപ്പിക്കാൻ കൊടുക്കും അവര്. അത് റസൂൽ സല്ലല്ലാഹു നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞിട്ട് പറയാമെന്ന് വെച്ചാൽ വൈലാഉലിൽ അംരി മിൻഹും, ഇതുപോലെ അവരിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ട് പറയാം. വിവരമുള്ളവരല്ലേ പറയേണ്ടത് എന്ന നിലയ്ക്ക് വിവരമുള്ളവർക്ക് വിഷയം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ നിന്നൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ച് പറയാൻ കഴിയുന്ന ആലിമീങ്ങൾക്കത് മനസ്സിലാകും. അവരങ്ങ് പറയൂലേ? അവര് പറയാതെ ഒരു വിഷയവും പറയാൻ പറ്റൂല. ആലിമീങ്ങളെ പവറാണത്. അതുകൊണ്ടായി ഇമാം സുയൂത്തി തങ്ങളുടെ വാക്കയിൽ രേഖപ്പെടുത്തിയത് സ്വർഗത്തിലെത്തിയാൽ പോലും അല്ലാഹു തആല സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളെ മറുപടി ഞങ്ങൾക്ക് എന്ത് വേണമെന്ന്. എല്ലാം കിട്ടിയിട്ടാണ് എല്ലാം കൊടുത്തിട്ടാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഇനി എന്ത് വേണം? അപ്പോൾ ആ മുഅ്മിനീങ്ങളെ മറുപടി ഞങ്ങൾ ഉത്തരം പറയൂല. ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ്. അതുകൊണ്ട് ആലിമീങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾ മറുപടി പറയൂല. ഞങ്ങൾക്ക് നേതൃത്വം ആലിമീങ്ങളാണ്. ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ്. അവരോട് ചോദിക്കാതെ സ്വർഗത്തൊന്നും ഞങ്ങളൊന്നും പറയൂല. അല്ലാഹുവിന്റെ ആലിമീങ്ങളോട് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്നു മുഅ്മിനീങ്ങൾ. ലവാഖിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏത്
മുജാഹിദ് വന്നാലും, ഏത് ഊരി വന്നാലും, ഏത് ജമാഅത്ത് വന്നാലും, സുബ്ഹാനല്ലാഹ്, സദാ സമാധാനത്തോടെ ജീവിക്കുന്ന ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇഖ്വാനികൾ വന്നാലും, സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളെ ജുമാഅടക്കം ബാത്തിലാക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാർ വന്നാലും, ഇനി മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നവർ, അതേ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോ, മദ്രസയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോ, സംഘടനകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ, ഏത് ഫിത്നക്കാര് വന്നാലും നിങ്ങൾ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നിങ്ങൾ ജീവിക്കണേ. ദീന ആലിമീങ്ങളെ കൈകളിൽ ഭദ്രമാണ്. ആ ആലിമീങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം, അവരുടെ വാക്കുകളുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചു മാറ്റിയിട്ട് ക്ലിപ്പിടുന്നവരെ കണ്ടാൽ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 6 കാര്യം നിർബന്ധമാണെന്നും അങ്ങനത്തെ ഫിത്നക്കാര് സാക്ഷിക്ക് കൊള്ളുകയില്ലെന്നും അവനെ നേരാക്കാതിരിക്കൽ വുജൂബാണെന്നും ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശം മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സർവ്വജനങ്ങൾക്കും അതാ ഹിദായത്തിന്റെ വെളിച്ചം നൽകി ഹിദായത്തിലായി ജീവിപ്പിച്ച് ഹിദായത്തിലായി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ലോകമൊട്ടാകെ ഫിത്നകൾ വാരി വിതറുന്ന കാലമാണിത്. അപ്പൊ ചിലര് ചോദിക്കും, ഫിത്ന ഉണ്ടാക്കുന്നതിലും പണ്ഡിതന്മാരുണ്ടായാലോ? അത് ഉലമാ ഉസ്സൂ, ജനങ്ങൾ തമ്മിലടിക്കണമെന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാർ. ജനങ്ങൾ ഐക്യപ്പെടണമെന്ന് പറയുന്നതിന് പകരം പരസ്പരം തമ്മിലടിക്കണം, ഞങ്ങൾക്ക് കൈമുട്ടാൻ കുറെ ആള് വേണം, ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കുറെ ആള് വേണം, ഞങ്ങളെ കൈപിടിച്ച് മണക്കാൻ കുറെ ആള് വേണം എന്ന് ചിന്തിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഉലമാ ഉസ്സൂ മുതഫഖിഹത്തുൽ അസ്ർ എന്നാണ് ഗസ്സാലി ഇമാം റളിയല്ലാഹുവിന്റെ വാചകം. കാലഘട്ടത്തിലുള്ള ഞാൻ പണ്ഡിതനാണെന്നും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന കക്ഷികളുണ്ട്. ഫിർറ മിൻഹും ഫിറാറക മിനൽ അസദ്, നീ സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ഓടും പോലെ ഓടിക്കോ, നിന്നെ ഇമാം ബാക്കിയാക്കൂല. അത്തരം പണ്ഡിതന്മാർ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പടച്ചവനെ ഭയപ്പെടുന്ന, മുസ്ലിമീങ്ങളെ ഐക്യത്തിനു വേണ്ടി സംസാരിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന് ഉപദേശം നൽകുന്ന ആലിമീങ്ങളെ അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഇനിയിപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാ, എന്റെ ഈ പ്രസംഗം ക്ലിപ്പ് മുറിക്കാം. കാരണം ഞാനിപ്പോ കുറെ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞു പറഞ്ഞൂടെ. കാരണം ഞാൻ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞതാണ്. ഉലമാ ഉസ്സൂനെ സംബന്ധിച്ച് ഈ കിതാബ് പറഞ്ഞതാ. മഹാനവറുകൾ പറഞ്ഞു, ശൈത്താൻ പല നിലക്കും എന്നെ പറ്റിക്കും കേട്ടോ, പല നിലക്കും ശൈത്താൻ എന്നെ പറ്റിക്കും. അതിന്റെ കൂട്ടത്തിൽ ശൈത്താന്റെ ഒരു പറ്റിക്കൽ എങ്ങനെയെന്നറിയോ? ശൈത്താൻ യസ്തജിറുൽ ഹംഖാ, വിവരമില്ലാത്തവനെ ശൈത്താൻ പറ്റിക്കുക. അത് ശൈത്താൻ വരി എങ്ങനെ അറിയോ? ഖൈറിന്റെ ബൈ കൂടി ഇങ്ങ് വരും. അതായത് അവനോട് പറയും, ഇതാ നീ തുറന്ന് പറയണേ, നീ സത്യം ഒന്നും മൂടിയൊക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഖൈറിന്റെ ബൈ കൂടി ശൈത്താൻ വന്നിട്ട് മനസ്സിലാവും. അത് അസറിൽ കൊണ്ടുപോയി തള്ളിയിടും ശൈത്താൻ. അത് ശൈത്താനിന്റെ വഴിയാണ്. അങ്ങനെ ജനങ്ങളെ തർക്ക വിതർക്കങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ശൈത്താൻ പറ്റിക്കുന്നവരുണ്ട്. യുത്ലിഉക അലാ മകായിദി ശൈത്താനി വഗുറൂരിഹി വകൈഫിയത്തി തൽബീസിഹി അലാ ഉലമാഇ സുഇ ഹത്താ അർളഹും ലിമഖ്തില്ലാഹി വസഖതിഹി.